എല്ലാവർക്കും ശരത് മാത്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. 2019 സ്കീം എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് സെക്കൻഡ് സെമസ്റ്റർ തേർഡ് മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ IVPs അഥവാ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലംസ് ആണ് സോൾവ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ആ വീഡിയോ ഞാൻ 2015 സ്കീമുകാർക്ക് വേണ്ടി എടുത്ത വീഡിയോ ആണ്. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് ഇടയ്ക്ക് മൊഡ്യൂൾ 1 എന്നും മൊഡ്യൂൾ 2 എന്നൊക്കെ പറയുന്നുണ്ടാവും. അത് നിങ്ങൾ കാര്യമാക്കണ്ട. നിങ്ങൾക്ക് തേർഡ് മൊഡ്യൂളിൽ പഠിക്കാനുള്ള ടോപ്പിക് തന്നെയാണ്, വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. റൈറ്റ് സൈഡിൽ ഒരു ഫംഗ്ഷൻ വരുന്ന രീതിയിൽ അഥവാ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷനും നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അഥവാ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ആ IVP ഒക്കെ നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. സോ അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് പഠിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇപ്പൊ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻസ് ആണ്. എന്താണ് മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻസ്? അതായത് നമുക്കറിയാം ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഹോമോജീനിയസും ഉണ്ട്, നോൺ ഹോമോജീനിയസും ഉണ്ട്. ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡ് 0 ആയിരിക്കും. നോൺ ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടാവും. നോൺ ഹോമോജീനിയസിന്റെ കേസിൽ സൊല്യൂഷൻ y is equal to കോംപ്ലിമെന്ററി ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. പക്ഷെ നോൺ ഹോമോജീനിയസ് ആണെങ്കിൽ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇന്റഗ്രൽ എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഫൈനൽ സൊല്യൂഷൻ വരുന്നത്. ഈ ഒരു കൺസെപ്റ്റ് ഒക്കെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്തതാണ്. സോ ഇപ്പൊ നമുക്ക് ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കിന്റെ പേര് നമുക്ക് കറക്റ്റ് ആയിട്ട് ഒന്ന് എഴുതി വെക്കാം. മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻസ്. ഒരു നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അഥവാ റൈറ്റ് സൈഡിൽ ഒരു ഫംഗ്ഷൻ വരുവാണെങ്കിൽ, ഒരു r(x) വരുവാണെങ്കിൽ അത് സോൾവ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻസ് യൂസ് ചെയ്യുന്നത്. സോ എല്ലാവരും ഹെഡിങ് കൊടുക്കുക. മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻസ്. Undetermined coefficients. Method of undetermined coefficients. Okay. So ഇപ്പൊ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അറിയാവുന്ന ഒരു സംഭവം എന്താണ്? നമ്മൾ ഇതുവരെ ചെയ്ത ടൈപ്പ് ക്വസ്റ്റ്യൻ എന്താണ്? f of d into y is equal to 0 എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതുവരെ സോൾവ് ചെയ്തത്. കഴിഞ്ഞ ക്ലാസ്സിലും അതിന്റെ മുമ്പത്തെ ക്ലാസ്സിലും ഒക്കെ നമ്മൾ സോൾവ് ചെയ്തത് f of d into y is equal to 0 അഥവാ ഹോമോജീനിയസ് ആയിരുന്നു സോൾവ് ചെയ്തത്. ഇപ്പൊ നമുക്ക് റൈറ്റ് സൈഡിൽ ഒരു ഫംഗ്ഷൻ വരുവാണെങ്കിൽ നമുക്ക് അതിനെ r(x) എന്ന് വിളിക്കാം. റൈറ്റ് സൈഡിൽ ഒരു ഫംഗ്ഷൻ നമുക്ക് വരുന്നു. അങ്ങനെ ഒരു ഫംഗ്ഷൻ വരുന്ന കേസിൽ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്? അങ്ങനെ ഒരു ഫംഗ്ഷൻ വരുമ്പോൾ എങ്ങനെ സോൾവ് ചെയ്യും എന്ന ചോദ്യത്തിനുള്ള ഒരു ഉത്തരമാണ് മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻസ്. വേറെ മെത്തേഡുകളുണ്ട്. മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ എല്ലാ പ്രാവശ്യം എക്സാമിന് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അവിടെയാണ് നമ്മൾ ലീനിയർ ഡിപെൻഡൻസ്, ലീനിയർ ഇൻഡിപെൻഡൻസ്, വ്രോൺസ്കിയൻ, ബേസിസ് അങ്ങനെയുള്ള കൺസെപ്റ്റ്സുകളൊക്കെ നമ്മൾ ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അപ്പൊ അതിനു മുമ്പ് ഈ ഒരു മെത്തേഡ് നമുക്ക് വൃത്തിയായിട്ടൊന്ന് പഠിച്ചു വെക്കണം. സോ f of d into y is equal to r(x). നമുക്ക് സ്റ്റെപ്സ് പഠിക്കാം. സ്റ്റെപ്സ് കറക്റ്റ് ആയിട്ട് അങ്ങ് ഫോളോ ചെയ്ത് പോയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ആ സ്റ്റെപ്സിന്റെ ഇടയ്ക്ക് നമ്മൾ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടി വരും. സോ അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല, നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന സ്റ്റെപ്പ് തന്നെയാണ്. ഫൈൻഡ് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. കോംപ്ലിമെന്ററി ഫംഗ്ഷനെ നമ്മൾ yp എന്നുള്ള പേരിട്ട് വിളിക്കും. yc. കോംപ്ലിമെന്ററി ഫംഗ്ഷനെ yc എന്നും പർട്ടിക്കുലർ ഇന്റഗ്രലിനെ yp എന്നും വിളിക്കും. കോംപ്ലിമെന്ററി ഫംഗ്ഷനെ നമ്മൾ ഏത് പേരിട്ട് വിളിക്കും? yc എന്നുള്ള പേരിട്ട് വിളിക്കും. പർട്ടിക്കുലർ ഇന്റഗ്രലിനെ yp എന്നുള്ള പേരിട്ട് വിളിക്കും. ഒരു എളുപ്പത്തിന് വേണ്ടിയാണ്, നമുക്ക് നൊട്ടേഷൻ ഒരു എളുപ്പത്തിന് വേണ്ടിയാണ്. yc plus yp ആണ് നമ്മുടെ സൊല്യൂഷൻ y എന്ന് പറയുന്നത്. y is equal to yc plus yc is the final solution in the case of method of undetermined coefficients or generally in the case of homogeneous differential equation. Clear? Non-homogeneous differential equation. So step 1 find എന്താണ്? കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. ഹോമോജീനിയസ് ആണെങ്കിൽ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ സൊല്യൂഷൻ. നോൺ ഹോമോജീനിയസ് ആകുമ്പോൾ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇന്റഗ്രൽ ആണ് സൊല്യൂഷൻ. സോ അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? എന്ത് കണ്ടുപിടിക്കണം? നമ്മൾ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. അതിനെ ഞാൻ yc എന്നുള്ള പേരിട്ട് വിളിച്ചു. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് 2 ഫോം ട്രയൽ സൊല്യൂഷൻ. എന്ത് ഫോം ചെയ്യണം? നമ്മൾ ട്രയൽ സൊല്യൂഷൻ ഫോം ചെയ്യണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ട്രയൽ സൊല്യൂഷൻ. ഇപ്പൊ തൽക്കാലം ആ സ്റ്റെപ്പ് മാത്രം ഒന്ന് പഠിക്കുക, അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇപ്പുറത്ത് പറയണം. ഇപ്പൊ തൽക്കാലം സ്റ്റെപ്പ് പഠിക്കുക. ഫോം ട്രയൽ സൊല്യൂഷൻ. ദാറ്റ് ട്രയൽ സൊല്യൂഷൻ ഡിപെൻഡ്സ് അപ്പോൺ r(x). r(x) മാറുന്നതിനനുസരിച്ച് എന്ത് മാറും? ഈ ട്രയൽ സൊല്യൂഷൻ മാറിക്കൊണ്ടിരിക്കും. അതിന്റെ ബ്രാക്കറ്റിൽ നിങ്ങൾ വേണമെങ്കിൽ നോട്ട് ചെയ്തോ, ഡിപെൻഡ്സ് അപ്പോൺ r(x).
ഡിപ്പെൻസ് ആർ ഓഫ് എക്സ്. ഡിപ്പെൻസ് എന്താണ്? ആർ ഓഫ് എക്സ്. നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന RHS കിടക്കുന്ന ഫംഗ്ഷൻ മാറുന്നതിനനുസരിച്ച് എന്ത് മാറിക്കൊണ്ടിരിക്കും? ട്രയൽ സൊല്യൂഷൻ മാറിക്കൊണ്ടിരിക്കും. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, അത് നിങ്ങൾ ഓർത്ത് വെക്കണം. ഇപ്പൊ റൈറ്റ് സൈഡിൽ ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന ട്രയൽ സൊല്യൂഷൻ ഒരെണ്ണം ആയിരിക്കും. സൈൻ എക്സ് ആണെങ്കിൽ വേറൊരു ട്രയൽ സൊല്യൂഷൻ ആയിരിക്കും. എക്സ് സ്ക്വയർ ആണെങ്കിൽ വേറൊരു ട്രയൽ സൊല്യൂഷൻ ആയിരിക്കും. എക്സ് ക്യൂബ് ആണെങ്കിൽ വേറൊരു ട്രയൽ സൊല്യൂഷൻ ആയിരിക്കും. e⁻ax ആണെങ്കിൽ വേറൊരു ട്രയൽ സൊല്യൂഷൻ ആയിരിക്കും. അപ്പൊ ആ രീതിയിൽ മാറിക്കൊണ്ടേയിരിക്കും. ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ വേറൊരു ട്രയൽ സൊല്യൂഷൻ. സോ അപ്പൊ സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് എന്താണ്? ഫോം ട്രയൽ സൊല്യൂഷൻ. നെക്സ്റ്റ് സ്റ്റെപ്പ് 3. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ ഈ ട്രയൽ സൊല്യൂഷനെ ഞാൻ y എന്നുള്ള പേരിട്ട് വിളിക്കും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അത് yp ആണ്. പർട്ടിക്കുലർ ഇന്റഗ്രൽ ആണ് നമ്മുടെ ട്രയൽ സൊല്യൂഷൻ. നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് ഞാൻ ജസ്റ്റ് y എന്നുള്ള പേരിട്ട് വിളിക്കും. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ ഞാൻ y ഡാഷും y ഡബിൾ ഡാഷും കണ്ടുപിടിക്കും. സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ ഞാൻ എന്തൊക്കെ കണ്ടുപിടിക്കും? y ഡാഷും y ഡബിൾ ഡാഷും കണ്ടുപിടിക്കും. തേർഡ് ഓർഡർ ആണെങ്കിൽ ഞാൻ എന്തൊക്കെ കണ്ടുപിടിക്കും? എനിക്ക് ഇനി പറയാം. y ഡാഷ്, y ഡബിൾ ഡാഷ്, y ട്രിപ്പിൾ ഡാഷ്, ഇത് മൂന്നും കണ്ടുപിടിക്കും. അതേപോലെ തന്നെ ഫോർത്ത് ഓർഡർ ആണെങ്കിൽ ഞാൻ എന്തൊക്കെ കണ്ടുപിടിക്കും? y ഡാഷ് കണ്ടുപിടിക്കും, y ഡബിൾ ഡാഷ് കണ്ടുപിടിക്കും, y ട്രിപ്പിൾ ഡാഷ് കണ്ടുപിടിക്കും, y ഫോർ ഡാഷ് കണ്ടുപിടിക്കും. അപ്പൊ ഈ ഒരു പ്രൊസീജിയർ ഞാൻ എന്ത് ചെയ്യും? കണ്ടിന്യൂ ചെയ്യും. മാക്സിമം നിങ്ങൾക്ക് എവിടെ വരെ പോകത്തുള്ളൂ? ഫോർത്ത് ഓർഡർ വരെ പോകത്തുള്ളൂ. 99% എക്സാമിന് സെക്കൻഡ് ഓർഡറോ അല്ലെങ്കിൽ തേർഡ് ഓർഡറോ ആയിരിക്കും. 99% സെക്കൻഡ് ഓർഡർ തന്നെ ആയിരിക്കും. സോ അപ്പൊ സ്റ്റെപ്പ് 3 എന്താണ്? നമ്മുടെ ക്വസ്റ്റ്യൻ സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ y ഡാഷും y ഡബിൾ ഡാഷും കണ്ടുപിടിക്കണം. തേർഡ് ഓർഡർ ആണെങ്കിൽ y ഡാഷ്, y ഡബിൾ ഡാഷ്, y ട്രിപ്പിൾ ഡാഷ് കണ്ടുപിടിക്കണം. ലോജിക്ക് പിടി കിട്ടിയല്ലോ. സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കാവുന്ന കാര്യമാണ്. ദെൻ ഇപ്പൊ nth ഓർഡർ ആണെങ്കിൽ nth ഡെറിവേറ്റീവ് വരെ കണ്ടുപിടിക്കണം. ഫ്രം ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓൺവേർഡ്സ്. അതാണ് നമ്മുടെ പ്രൊസീജിയർ. അപ്പൊ സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3, നെക്സ്റ്റ് സ്റ്റെപ്പ് 4. സ്റ്റെപ്പ് 4. ഓക്കെ, സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ദി ഡെറിവേറ്റീവ്സ് ഇൻ ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സബ്സ്റ്റിറ്റ്യൂട്ട് ദി ഡെറിവേറ്റീവ്സ് ആണ് y ഡാഷ്, y ഡബിൾ ഡാഷ്. ഈ ഇവന്മാരൊക്കെ ഡെറിവേറ്റീവ്സ് ആണ്. ഈ ഡെറിവേറ്റീവ്സ് ഇപ്പൊ സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആ ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് y ഡബിൾ ഡാഷും y ഡാഷും ഒക്കെ ഉണ്ടാവുമല്ലോ. അഥവാ dy/dx d²/dx² ഒക്കെ ഉണ്ടാവുമല്ലോ. അത് അവിടെ എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ ഫോർത്ത് സ്റ്റെപ്പ് എന്താണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ദി ഡെറിവേറ്റീവ്സ്. Substitute the derivatives. അതായത് ഏത് ഡെറിവേറ്റീവ്സ് ആണ്? പ്രാക്ടിക്കലി ഞാൻ സ്റ്റെപ്പ് 3 എന്ന് എഴുതും. സ്റ്റെപ്പ് 3 കിട്ടിയ ഡെറിവേറ്റീവ്. സബ്സ്റ്റിറ്റ്യൂട്ട് ദ ഡെറിവേറ്റീവ്സ് ഇൻ ദി ക്വസ്റ്റ്യൻ എന്ന് എഴുതിയാൽ മതി കേട്ടോ. സബ്സ്റ്റിറ്റ്യൂട്ട് ദ ഡെറിവേറ്റീവ്സ് ഇൻ ദി ക്വസ്റ്റ്യൻ. ഞാൻ ക്യൂ എന്നേ എഴുതുന്നുള്ളൂ, നിങ്ങൾ ക്വസ്റ്റ്യൻ തന്നെ എഴുതിക്കോളൂ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കും. ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? സബ്സ്റ്റിറ്റ്യൂട്ട് ദി ഡെറിവേറ്റീവ്സ് ഫ്രം സ്റ്റെപ്പ് 3 ഇൻ ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതാണ് നമ്മുടെ സ്റ്റെപ്പ് 4. നെക്സ്റ്റ് സ്റ്റെപ്പ് 5. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. ആൻഡ് എന്താണ്? സോൾവ്. സോ ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ആഫ്റ്റർ സോൾവിങ് സ്റ്റെപ്പ് 5 നമുക്ക് പറയാൻ പറ്റും equate the coefficients of like terms to find the undetermined coefficients. നമുക്ക് അറിയാത്ത കോയിഫിഷ്യന്റുകളെ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? equate the coefficients of like terms. ലൈക്ക് ടേംസിന്റെ കോയിഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുന്ന പരിപാടി നമ്മൾ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ്. 9ാം ക്ലാസ് ചെയ്തിട്ടുണ്ട്. 9ാം ക്ലാസ് തൊട്ടാണ് നിങ്ങൾ അത് പഠിച്ചു തുടങ്ങുന്നത്. ഇക്വേറ്റ് ദ കോയിഫിഷ്യന്റ് ഓഫ് ലൈക്ക് ടേംസ്. പിന്നെ നിങ്ങൾ ബിടെക് സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ പാർഷ്യൽ ഫ്രാക്ഷൻ ഒരുപാട് ചെയ്യുന്നവരാണ്, ഇന്റഗ്രേഷൻ ചെയ്യുന്നവരാണ്. ഇപ്പൊ മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷനകത്തൊക്കെ ആഫ്റ്റർ സം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻസ് ആൻഡ് സോൾവിങ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കോയിഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യാറുണ്ട് അല്ലെ? ലൈക്ക് ടേംസിന്റെ കോയിഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യാറുണ്ട്. ഇക്വേറ്റിംഗ് കോൺസ്റ്റൻസ്, ഇക്വേറ്റിംഗ് കോയിഫിഷ്യന്റ് ഓഫ് എക്സ്, ഇക്വേറ്റിംഗ് കോയിഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ, അങ്ങനെ ലൈക്ക് ടേംസിന്റെ കോയിഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യാറുണ്ട്. സിമിലർ പ്രൊസീജിയർ തന്നെ ലൈക്ക് ടേംസിന്റെ കോയിഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യും. ലൈക്ക് എന്ന് പറഞ്ഞാൽ ഒരേപോലത്തെ എന്നുള്ള മീനിങ് ആണ്. ഒരേപോലത്തെ ടേമിന്റെ കോയിഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്ത് അഥവാ കോൺസ്റ്റന്റുകളെ ഇക്വേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? അൺഡിറ്റർമൈൻഡ് ആയിട്ടുള്ള നമുക്ക് അറിയാത്ത കോയിഫിഷ്യൻസുകളെ കണ്ടുപിടിക്കാം. അപ്പൊ നിങ്ങൾ 5ാമത്തെ സ്റ്റെപ്പായിട്ട് ഇത്രയും മാത്രം എഴുതിയാൽ മതി. ഡിറ്റർമിൻ
Determine one. Equate the coefficient of like terms. Equate the coefficient of, ഞാൻ COF എന്ന് എഴുതുന്നുള്ളൂ, നിങ്ങൾ കോയിഫിഷ്യന്റ് എന്ന് എഴുതുക. കോയിഫിഷ്യന്റ് ഓഫ് ലൈക്ക് ടേംസ്. Equate the coefficient of like terms to find unknown constants. To find unknown constants. Equate the coefficient of like terms to find unknown constants. ഇതാണ് നമ്മുടെ ഒരു മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻസ് വെച്ച് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഒരു നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള 5 സ്റ്റെപ്സ്. അപ്പം ഈ 5 സ്റ്റെപ്സ് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. ഇനി എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുള്ളത് സ്റ്റെപ്പ് 2 ആണ്. സ്റ്റെപ്പ് 2നെ കുറിച്ചാണ് എനിക്ക് ഇനി ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നടത്താനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിലേക്ക് കയറാം. സ്റ്റെപ്പ് 2ന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ. ഞാൻ പറഞ്ഞു നമുക്ക് ഒരു ട്രയൽ സൊല്യൂഷൻ ഫോം ചെയ്യണം. അത് ആർ ഓഫ് എക്സിനെ ഡിപെൻഡ് ചെയ്തതാണ്. സോ ആർ ഓഫ് എക്സിന്റെ സാധ്യതകൾ ഞാൻ എഴുതാൻ പോകുന്നു. ആർ ഓഫ് എക്സ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രയൽ സൊല്യൂഷൻ ഞാൻ ഇപ്പുറത്ത് എഴുതും. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രയൽ സൊല്യൂഷൻ. ഓക്കെ, ട്രയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കുന്ന എന്താണ്? പർട്ടിക്കുലർ ഇന്റഗ്രൽ ആണ് നമ്മളവിടെ കണ്ടുപിടിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് അതിനെ YP എന്നുള്ള പേരിട്ട് വിളിക്കാം. YP നമ്മുടെ ട്രയൽ സൊല്യൂഷൻ എന്ന് ശരിക്കും പറഞ്ഞാൽ, പക്ഷെ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന പർപ്പസിന് ഞാൻ ജസ്റ്റ് Y നെ വിളിക്കത്തുള്ളൂ. എന്നിട്ട് Y' Y" ഒക്കെ കണ്ടുപിടിക്കും. ശരിക്കും അതാരാണ്? YP ആണ്, പർട്ടിക്കുലർ ഇന്റഗ്രൽ ആണ്. YC ഓൾറെഡി കിട്ടും. ഈ YPയും കൂടെ കണ്ടുപിടിച്ചിട്ട് അവരെ തമ്മിൽ ആഡ് ചെയ്തിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഫൈനൽ സൊല്യൂഷൻ എഴുതുന്നത്. ഈ YP നമ്മൾ ഇവിടെ ചൂസ് ചെയ്യുമ്പോൾ അതിന്റെ കോയിഫിഷ്യൻസ് ഉണ്ടാവും. ശരിക്കും കോൺസ്റ്റന്റ് ആയിട്ടുള്ള കോയിഫിഷ്യൻസ് ഉണ്ടാവും. ആ കോൺസ്റ്റന്റുകളെ കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ 5ാമത്തെ സ്റ്റെപ്പ് വരെ പോകുന്നത്. ഓക്കെ, ദെൻ ആർ ഓഫ് എക്സ്. ഫസ്റ്റ് ഓഫ് ഓൾ ആർ ഓഫ് എക്സ് ഒരു കോൺസ്റ്റന്റ് വരാം. ആർ ഓഫ് എക്സ് എന്ത് വരാം? ഒരു കോൺസ്റ്റന്റ് വരാം. കോൺസ്റ്റന്റ്. ഞാൻ ആ കോൺസ്റ്റന്റിനെ ഈ ഒരു കേസിൽ ഞാൻ ജസ്റ്റ് എന്തെന്ന് വിളിക്കുകയാണ്? K എന്ന് വിളിക്കുകയാണ്. ഒരു കോൺസ്റ്റന്റ് വരാം. അപ്പൊ ഞാൻ ട്രയൽ സൊല്യൂഷൻ ആയിട്ട് എടുക്കുന്നത് മറ്റൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. ജസ്റ്റ് A എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. നിലവിലെ ഒരു കോൺസ്റ്റന്റ് ആണ് നമ്മുടെ RHSൽ നിൽക്കുന്നതെങ്കിൽ, ഈ റൈറ്റ് സൈഡിൽ ആർ ഓഫ് എക്സിന്റെ പ്ലേസിൽ ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ ഞാൻ ട്രയൽ സൊല്യൂഷൻ ഒരു A എന്നുള്ള ഒരു കോൺസ്റ്റന്റ് ആയിട്ട് വിളിക്കും. ഓക്കെ, നെക്സ്റ്റ് x⁻n വരാം. അപ്പൊ ആദ്യമേ ഞാൻ x⁻n വെച്ചുള്ളത് അങ്ങ് പഠിപ്പിക്കാം. x⁻n വരുവാണെങ്കിൽ നമ്മൾ നമ്മുടെ ട്രയൽ സൊല്യൂഷൻ ആയിട്ട് എടുക്കേണ്ടത്, അതായത് ട്രയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പർട്ടിക്കുലർ ഇന്റഗ്രൽ ആണ് അല്ലെ? YP ആണ്. സോ YP ഈക്വൽ ടു ഇങ്ങനെ എടുക്കും ഞാൻ. സോ YP is equal to, in the case of x⁻n, ax⁻n plus bx⁻n-1 plus cx⁻n-2 plus etc plus ഒരു n എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ്. അപ് ടു n ടേംസ് എന്നൊക്കെ ജനറലി പറയുന്ന പോലെ ഞാൻ ചുമ്മാ n എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ അപ് ടു k എന്ന് വിളിക്കാം, അപ് ടു എ കോൺസ്റ്റന്റ് എന്നുള്ള രീതിയിൽ. അതായത് റൈസ് ടു n വരെ വന്നിട്ട് അടുത്ത ടേം ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഇത് നിങ്ങൾ പഠിച്ചില്ലെങ്കിലും ഇനി എഴുതാൻ പോകുന്ന കാര്യം കറക്റ്റ് ആയിട്ട് പഠിക്കുക. x² വരുവാണെങ്കിൽ, അപ്പൊ ഇതിന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ. x² വരുവാണെങ്കിൽ ഞാൻ ചൂസ് ചെയ്യുന്ന ട്രയൽ സൊല്യൂഷൻ YP is equal to, ആദ്യമേ x പറയാം. x വരുവാണെങ്കിൽ ax plus b ആയിരിക്കും. x വരുവാണെങ്കിൽ ഞാൻ എന്ത് യൂസ് ചെയ്യും? ax plus b ചൂസ് ചെയ്യും. x² വരുവാണെങ്കിൽ ഞാൻ ചൂസ് ചെയ്യുന്ന ട്രയൽ സൊല്യൂഷൻ പർട്ടിക്കുലർ ഇന്റഗ്രൽ is equal to x. അപ്പം x വരുമ്പോ ax plus b, x² വരുമ്പോ, അപ്പൊ ഈ ടേം ആണ് കൂടെ വരേണ്ടത്. അപ്പൊ ഇവിടെ x ആണ്, അപ്പൊ ഇവിടെ x വന്നു. ഇവിടെ x² ആകുമ്പോ ആദ്യം x² വരണം. ax² plus bx plus c. എന്നിട്ട് ഈ എക്സിന്റെ ഡിക്രീസിംഗ് പവേഴ്സിൽ അങ്ങ് എഴുതി പോയാൽ മതി. ലോജിക്ക് പിടികിട്ടിയോ? അപ്പൊ x³ വരുമ്പോ എങ്ങനെയായിരിക്കും? x³ വരുമ്പോ നമ്മുടെ പർട്ടിക്കുലർ ഇന്റഗ്രൽ എങ്ങനെയായിരിക്കും? ax³, അതായത് ഇവിടെ ഉള്ള അതേ ടേം ആദ്യം വരണം. ഇനി എക്സിന്റെ പവർ കുറച്ച് abc കൊടുത്തു പോയാൽ മതി. ഇപ്പൊ എന്ത് വരും? നെക്സ്റ്റ് എന്ത് വരും? ax³ bx² cx പ്ലസ് എന്താണ്? d. ക്ലിയർ അല്ലേ? അപ്പം ലോജിക്ക് പിടികിട്ടിയല്ലോ. x⁻⁴ ഞാൻ മേളിലോട്ട് എഴുതി കാണിക്കാം. x⁻⁴ ആണ് വരുന്നതെങ്കിൽ കറസ്പോണ്ടിങ് പർട്ടിക്കുലർ ഇന്റഗ്രൽ എങ്ങനെ എടുക്കണം? ax⁻⁴ പ്ലസ് bx³ പ്ലസ് cx² പ്ലസ് dx പ്ലസ് e. ഇതാണ് നമ്മുടെ ലോജിക്ക്. ക്ലിയർ? ദെൻ നെക്സ്റ്റ് അടുത്ത ആർ ഓഫ് എക്സ് വരാൻ സാധ്യതയുള്ളത് ke⁻ax ആണ്.
കെ ഇ റൈസ് ടു എ എക്സ്. ഒരു കോൺസ്റ്റന്റ് വരുവാണെങ്കിൽ അതിനെ എ ആക്കണമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഈ കെ മാറ്റി എ ആക്കിയാൽ മതി. വൈ പി ഇസ് ഈക്വൽ ടു എന്ത് വരും? എ ഇ റൈസ് ടു എ എക്സ്. വൈ പി ഇസ് ഈക്വൽ ടു എന്താണ്? എ ഇ റൈസ് ടു എ എക്സ്. സോ കെ ഇ റൈസ് ടു എ എക്സ് വരുവാണെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്നത് എന്താണ്? എ ഇ റൈസ് ടു എ എക്സ് ആണ്. ക്ലിയർ അല്ലേ? പിന്നെ അടുത്ത വരാൻ സാധ്യതയുള്ളത് നമുക്ക് സൈൻ എ എക്സ് വരാം, ഓർ കോസ് എ എക്സ് വരാം. ഈ രണ്ട് കേസിൽ നമ്മൾ എടുക്കുന്ന ഒരൊറ്റ സൊല്യൂഷൻ ആണ്. സൈൻ എ എക്സ് വന്നാലും കോസ് എ എക്സ് വന്നാലും വൈ പി ഇസ് ഈക്വൽ ടു, അതായത് പർട്ടിക്കുലർ ഇന്റഗ്രൽ ഇസ് ഈക്വൽ ടു എ കോസ് എ എക്സ് പ്ലസ് ബി സൈൻ എ എക്സ്. എ കോസ് എ എക്സ് പ്ലസ് ബി സൈൻ എ എക്സ്. ഇപ്പൊ സൈൻ എ എക്സ് വന്നാലും കോസ് എ എക്സ് വന്നാലും നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു ഫോർമുലയാണ്. കെ ഇ റൈസ് ടു എക്സ് വന്നു കഴിഞ്ഞാൽ എ ഇ റൈസ് ടു എക്സ്, എക്സ് ക്യൂബ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ, എക്സ് സ്ക്വയർ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ, എക്സ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ, എക്സ് റൈസ് ടു എൻ വന്നു കഴിഞ്ഞാൽ ജനറലി ഇങ്ങനെ, കോൺസ്റ്റന്റ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ. അപ്പൊ ഇത്രയും നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ നിങ്ങളുടെ സിലബസിൽ. അപ്പൊ ഇത്രയും സാധ്യതകൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. അപ്പൊ സ്റ്റെപ്പ് 2 ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് ഞാനിപ്പോ പറഞ്ഞു തന്നത്. ബാക്കി ക്വസ്റ്റ്യൻ ആർ ഓഫ് എക്സ് ഏതാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് വൈ പി ചൂസ് ചെയ്തിട്ട് ഈ ഒരു മെത്തേഡ് എന്ത് ചെയ്യണം? സ്റ്റെപ്പ് 3, സ്റ്റെപ്പ് 4, സ്റ്റെപ്പ് 5 നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ടിന്യൂ ചെയ്യുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ പ്രൊസീജിയർ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നേരെ പ്രോബ്ലംസിലോട്ട് കയറാം. സോ നമുക്ക് നേരെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കയറാം. സോൾവ് y ഡബിൾ ഡാഷ് പ്ലസ് 4y is equal to x square using method of undetermined coefficient. നിങ്ങളുടെ ടെക്സ്റ്റിൽ ആദ്യമേ തന്നെ പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. സോ അപ്പൊ നമുക്ക് ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ y ഡബിൾ ഡാഷ് പ്ലസ് 4y is equal to എന്താണ്? x square. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? വി ഹാവ് ടു ഫൈൻഡ് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. അപ്പൊ ആദ്യമേ തന്നെ y ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ്. പ്ലസ് 4y is equal to എന്താണ്? x square. d by dx ക്യാപിറ്റൽ d കൊടുക്കുമ്പോൾ d square y പ്ലസ് 4y is equal to x square. y പുറത്തെടുത്താൽ d square plus 4 into y is equal to x square. So now this question is in the form of f of d into y is equal to r of x. So clearly f of d എന്ന് പറയുന്നത് d square plus 4 ആണ്. r of x എന്ന് പറഞ്ഞാൽ എന്താണ്? x square ആണ്. ഓക്കെ, ഇത് ഇങ്ങനെയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ ചുമ്മാ ഇങ്ങനെയൊക്കെ ഒന്ന് എഴുതി കാണിക്കുന്നതാണ്. നമ്മുടെ ഫസ്റ്റ് ജോലി എന്താണ്? ഓക്സിലറി ഇക്വേഷൻ എഴുതി കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. സോ ഓക്സിലറി ഇക്വേഷൻ എന്താണ്? ജനറലി എഫ് ഓഫ് എം ഈക്വൽ ടു 0 ആണ് ഓക്സിലറി ഇക്വേഷൻ. ഡി മാറ്റി എം ആക്കുമ്പോൾ എം സ്ക്വയർ പ്ലസ് 4 ഇസ് ഈക്വൽ ടു 0. അവിടുന്ന് എം സ്ക്വയർ ഇസ് ഈക്വൽ ടു -4 കിട്ടും. എം ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് -4 കിട്ടും. ദാറ്റ് ഈസ് പ്ലസ് ഓർ മൈനസ് 2i. എം ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? പ്ലസ് ഓർ മൈനസ് 2i. അതിനെ ഞാൻ എങ്ങനെ വിളിക്കണം? 0 പ്ലസ് ഓർ മൈനസ് 2i എന്ന് വിളിക്കണം. അതിനെ m1 പ്ലസ് ഓർ മൈനസ് m2i ആയിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ്. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്. ദെൻ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ എന്താണ്? y is equal to കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. നമ്മൾ അതിനെ yc എന്നുള്ള പേരിട്ട് വിളിക്കും. ദാറ്റ് ഈസ് e raised to m1x into c1 cos m2x plus c2 sin m2x plus c2 sin m2x. Okay, so this is equal to solution. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഓർമ്മയുണ്ടല്ലോ. e raised to m1 ന് പകരം ഞാൻ എന്ത് കൊടുക്കും? 0x into c1 cos m2 ന് പകരം 2, m1 ന് പകരം 0, 2x plus c2 sin 2x. so this is equal to e raised to 0 1 ആയി പോകും. ബാക്കി എന്താണ്? c1 cos 2x plus c2 sin 2x. സോ അപ്പൊ നമുക്ക് എന്ത് കിട്ടി? yc അഥവാ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കിട്ടി. yc is equal to c1 cos 2x പ്ലസ് എന്താണ്? c2 sin 2x. ഇതാണ് നമ്മുടെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? ദെൻ ഇത് കണ്ടുപിടിച്ചതിന് ശേഷം സെക്കൻഡ് സ്റ്റെപ്പ് എന്തായിരുന്നു? ചൂസ് എ ട്രയൽ സൊല്യൂഷൻ. ഒരു ട്രയൽ സൊല്യൂഷൻ ചൂസ് ചെയ്യണം. അത് ചൂസ് ചെയ്യണമെങ്കിൽ എന്ത് നോക്കണം? ആർ ഓഫ് എക്സ് നോക്കണം. ആർ ഓഫ് എക്സ് എന്താണ് ഇവിടെ? എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ ആണെങ്കിൽ ട്രയൽ സൊല്യൂഷൻ ടേബിൾ തൊട്ട് മുമ്പേ പഠിച്ചു. എന്തായിരുന്നു ട്രയൽ സൊല്യൂഷൻ? വൈ പി ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണെങ്കിൽ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. തൊട്ട് മുമ്പേ നമ്മൾ ടേബിളിനകത്ത് പഠിച്ച എക്സ് സ്ക്വയർ ആണെങ്കിൽ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. കോളം വരച്ച ഓർമ്മയുണ്ടോ? അപ്പൊ നമുക്ക് വൈ പി കിട്ടി.
yp ഞാൻ ഏത് പേരിട്ട് വിളിക്കും എന്ന് പറഞ്ഞായിരുന്നു മുമ്പേ? y എന്നുള്ള പേരിട്ട് തന്നെ വിളിക്കും, കാരണം y ഡാഷ് y ഡബിൾ ഡാഷ് ഒക്കെ കണ്ടുപിടിക്കണ്ടേ. അപ്പൊ അടുത്ത സ്റ്റെപ്പ് ഞാൻ y എന്നുള്ള പേരിട്ട് തന്നെ വിളിക്കുന്നു, ax² പ്ലസ് bx പ്ലസ് c. എന്നിട്ട് നമ്മുടെ സ്റ്റെപ്പ് എന്തായിരുന്നു? തേർഡ് സ്റ്റെപ്പ് എന്തായിരുന്നു? ഇഫ് ദ ക്വസ്റ്റ്യൻ ഈസ് സെക്കൻഡ് ഓർഡർ find y dash and y double dash. If the question is third order, find y dash, y double dash, y triple dash. If the question is fourth order, find y dash, y double dash, y triple dash, y four dash. Here the question is second order. Question എന്താണ്? സെക്കൻഡ് ഓർഡർ ആണ്. y double dash അല്ലേ ഉള്ളൂ. So we needed to calculate y dash and y double dash. ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. y dash എന്താണ്? a into x² ന്റെ ഡെറിവേറ്റീവ് 2x plus b into x ന്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് c കോൺസ്റ്റന്റ് ആണ്, ഡെറിവേറ്റീവ് 0, ദാറ്റ് ഈസ് 2ax പ്ലസ് എന്താണ് b. ഇതാണ് നമ്മുടെ y ഡാഷ്. നമുക്ക് y ഡബിൾ ഡാഷ് വേണം. 2a കോൺസ്റ്റന്റ് ആണ്, x ന്റെ ഡെറിവേറ്റീവ് 1 ആയി പോവും, പ്ലസ് b യുടെ ഡെറിവേറ്റീവ് എന്താണ് 0. അപ്പൊ ആൻസർ എന്ത് മാത്രമേ ഉള്ളൂ? 2a മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് y ഡാഷും കിട്ടി, y ഡബിൾ ഡാഷും കിട്ടി. തേർഡ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. ഫോർത്ത് സ്റ്റെപ്പ് എന്താണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ദ ഡെറിവേറ്റീവ്സ് ഫ്രം തേർഡ് സ്റ്റെപ്പ് ഇൻടു ദി ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ? y ഡബിൾ ഡാഷ് പ്ലസ് 4y is equal to x². ഇപ്പൊ y ഡബിൾ ഡാഷിന്റെ പ്ലേസിൽ എനിക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, y യുടെ പ്ലേസിൽ എനിക്ക് നമ്മുടെ ഈ y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ y ഡബിൾ ഡാഷ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ക്വസ്റ്റ്യൻ y ഡാഷ് ഇല്ല, അപ്പൊ നമുക്ക് y ഡാഷിന്റെ ആവശ്യം ശരിക്കും ഇല്ല. നമുക്ക് y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, y ഡബിൾ ഡാഷ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, y ഡാഷ് കണ്ടുപിടിച്ചേ പറ്റൂ, കാരണം y ഡാഷ് ഉണ്ടെങ്കിലേ y ഡബിൾ ഡാഷ് ഉള്ളൂ, കാരണം ഇതിന്റെ ഡെറിവേറ്റീവ് ആണല്ലോ ഇത്. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പിൽ y ഡാഷും y ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി പരിപാടി നോക്കാം. സോ അപ്പൊ നമ്മളിപ്പോ കണ്ടുപിടിച്ച y ഡാഷും y ഡബിൾ ഡാഷും ഈ മെയിൻ ക്വസ്റ്റ്യനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അങ്ങനെ തന്നെയാണ് നമ്മൾ സ്റ്റെപ്പ് പഠിച്ചത്. സോ അപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. y ഡബിൾ ഡാഷിന്റെ പ്ലേസിൽ ഞാൻ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, 2a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, പ്ലസ് 4 ഇൻറ്റു y യുടെ പ്ലേസിൽ y എന്തായിരുന്നു? ax² പ്ലസ് bx പ്ലസ് c. y എന്താണ്? ax² പ്ലസ് bx പ്ലസ് c. y ഞാൻ മുമ്പേ തുടച്ചായിരുന്നു, സോറി. സോ അപ്പൊ ഞാൻ y ഇപ്പൊ എഴുതിയിട്ടുണ്ട്, y ഡാഷ് y ഡബിൾ ഡാഷ്. y ഡബിൾ ഡാഷിന്റെ പ്ലേസിൽ ഞാൻ 2a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, 4 ഇൻറ്റു y യുടെ പ്ലേസിൽ ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ax² പ്ലസ് bx പ്ലസ് c സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇസ് ഈക്വൽ ടു എന്താണ്? x². ക്ലിയർ? നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ആൻഡ് സോൾവ് എന്ന് ഞാൻ സ്റ്റെപ്സ് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. അതായത് 2a പ്ലസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 4ax² പ്ലസ് 4bx പ്ലസ് 4c is equal to എന്താണ്? x². Then 2a plus 4c കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഞാൻ x² ഉള്ള ടേം ആദ്യം എഴുതും, 4ax² പ്ലസ് 4bx ഞാൻ രണ്ടാമത് എഴുതി, പ്ലസ് 2aയും 4cയും കോൺസ്റ്റന്റ്സ് ആണ്, അതുവരെ ഒരുമിച്ചാക്കണം. 2a പ്ലസ് എന്താണ്? 4c is equal to എന്താണ്? x². ഈ 2aയും 4cയും ഞാൻ ഒരുമിച്ചാക്കി, 2a പ്ലസ് 4c, കാരണം ഇവര് രണ്ടുപേരിനകത്തും x ഇല്ല, അപ്പൊ അതുകൊണ്ട് അത് കോൺസ്റ്റന്റ്സ് ആണ്. Then ഞാൻ ഇനി എന്ത് ചെയ്യണം? ഇക്വേറ്റിംഗ് കോയിഫിഷ്യന്റ് ഓഫ് x². ഇവിടെ x² ഉണ്ട്, ഇവിടെ x² ഉണ്ട്. Then 3 സ്റ്റെപ്സ് ആണ് ചെയ്യേണ്ടത്. ഇക്വേറ്റിംഗ് കോയിഫിഷ്യന്റ് ഓഫ് x², ഇക്വേറ്റിംഗ് കോയിഫിഷ്യന്റ് ഓഫ് x, ഇക്വേറ്റിംഗ് കോൺസ്റ്റന്റ്സ്. ഈ 3 സ്റ്റെപ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇക്വേറ്റിംഗ് കോയിഫിഷ്യന്റ് ഓഫ് x². ഇക്വേറ്റിംഗ് കോയിഫിഷ്യന്റ് ഓഫ് x². ന്റെ കോയിഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്യണം. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ x² ന്റെ കോയിഫിഷ്യന്റ് എന്താണ്? 4a ഈക്വൽ ടു ഇവിടെ x² ന്റെ കോയിഫിഷ്യന്റ് എന്താണ്? 1. അപ്പൊ 4a ഈക്വൽ ടു 1 കിട്ടും. അവിടെ നിന്ന് എനിക്ക് എന്ത് കിട്ടും? 1/4 കിട്ടും. ക്ലിയർ? Then next equating coefficient of x. x ന്റെ കോഎഫിഷ്യന്റ്സ് ഇക്വേറ്റ് ചെയ്യണം. ഇവിടെ x ന്റെ കോഎഫിഷ്യന്റ് എന്താണ്? 4b is equal to ഇവിടെ x ന്റെ ടേം ഉണ്ടോ? ഇല്ല. x² മാത്രമേ ഉള്ളൂ, വെറും x ഇല്ല. ശരിയല്ലേ? ഇവിടെ വെറും x ഉണ്ട്, ഇവിടെ വെറും x ഇല്ല. അപ്പൊ അവിടെ വെറും x ന്റെ ടേം ഇല്ല. അപ്പൊ ആ വെറും x ന്റെ കോഎഫിഷ്യന്റ് എന്താണ്? 0. അപ്പം x ന്റെ കോഎഫിഷ്യന്റ് 0 ആണ്. അവിടെ നിന്ന് എനിക്ക് എന്ത് കിട്ടും? b ഈക്വൽ ടു 0/4. ആൻസർ എന്താണ്? 0. അപ്പൊ എനിക്ക് a കിട്ടി, b കിട്ടി. ഇനി അടുത്ത് എന്ത് ചെയ്യണം? ഇക്വേറ്റിംഗ് കോൺസ്റ്റന്റ്സ്. കോൺസ്റ്റന്റ്സിനെ ഇക്വേറ്റ് ചെയ്യണം. ഇക്വേറ്റിംഗ് കോൺസ്റ്റന്റ്സ്. ലെഫ്റ്റ് സൈഡിലെ കോൺസ്റ്റന്റ് ആരാണ്? ഇത്രയും കോൺസ്റ്റന്റ്സ് ആണ്. 4a പ്ലസ് c എന്ന് പറയുന്ന അത്രയും കോൺസ്റ്റന്റ്സ് ആണ്. സോ 2a പ്ലസ് 4c. 2a പ്ലസ് 4c ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ കോൺസ്റ്റന്റ്സ് ഒന്നുമില്ല. അപ്പം എന്ത് കൊടുക്കണം? നമ്മൾ 0 കൊടുക്കണം. ശരിയല്ലേ? റൈറ്റ് സൈഡിലെ കോൺസ്റ്റന്റ് ആരാണ്? 0 ആണ് റൈറ്റ് സൈഡിലെ കോൺസ്റ്റന്റ്. കാരണം റൈറ്റ് സൈഡിൽ x² മാത്രമേ ഉള്ളൂ, x ന്റെ ടേമും ഇല്ല, കോൺസ്റ്റന്റും ഇല്ല. അപ്പൊ അതെല്ലാം നമുക്ക് 0 ആയിട്ട് എടുക്കാം.
ദെൻ നമുക്ക് എയുടെ വാല്യൂ കിട്ടിയായിരുന്നു, അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 2 ഇൻറ്റു എക്ക് പകരം ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? 1/4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. പ്ലസ് 4c ഈക്വൽ ടു എന്താണ്? 0. ഇവിടെ കട്ട് ചെയ്ത് എനിക്ക് എന്ത് കിട്ടും? 2 കിട്ടും. സോ 1/2 പ്ലസ് 4c ഈക്വൽ ടു 0. അവിടുന്ന് 4c ഇസ് ഈക്വൽ ടു പ്ലസ് 1/2 ഇപ്പുറത്ത് വരുമ്പോൾ -1/2 ആവും. ശരിയല്ലേ? അവിടുന്ന് സിയുടെ വാല്യൂ എനിക്ക് എന്ത് കിട്ടും? -1/2 ഇൻറ്റു 4 എന്ന് വരും. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത 4 ഇപ്പുറത്ത് വരുമ്പോൾ ഡിവിഷൻ ആവും. സോ ആൻസർ ഈസ് -1/8. ക്ലിയർ? ഇപ്പൊ എനിക്ക് എയുടെ വാല്യൂ കിട്ടി, ബിയുടെ വാല്യൂ കിട്ടി, സിയുടെ വാല്യൂ കിട്ടി. എയും ബിയും സിയും കിട്ടി കഴിഞ്ഞാൽ എനിക്ക് എന്ത് എഴുതാം? y is equal to yp ആണെന്ന് എനിക്കറിയാം. സോ yp ആയിട്ടുള്ള പർട്ടിക്കുലർ ഇന്റഗ്രൽ എഴുതാം. therefore yp is equal to എന്താണ്? എയുടെ പ്ലേസിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? 1/4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. x² പ്ലസ് ബിയുടെ പ്ലേസിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 0x പ്ലസ് സിയുടെ പ്ലേസിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? -1/8. ക്ലിയർ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 x² -1/8. ശരിയാണല്ലോ? 1/4 x², 0x എന്ന് പറഞ്ഞാൽ 0 ആണ്, -1/8. ഇതാണ് നമ്മുടെ പർട്ടിക്കുലർ ഇന്റഗ്രൽ. ദെൻ നമ്മുടെ ഫൈനൽ സൊല്യൂഷൻ എന്താണ്? y is equal to കോംപ്ലിമെന്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇന്റഗ്രൽ yc പ്ലസ് yp. സോ ദിസ് ഈസ് ഈക്വൽ ടു കോംപ്ലിമെന്ററി ഫംഗ്ഷൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചായിരുന്നു. എന്തായിരുന്നു? c1 cos 2x പ്ലസ് c2 sin 2x. നിങ്ങൾ എഴുതി വന്ന സ്റ്റെപ്സിൽ നോക്കിയാൽ മതി. ശരിയല്ലേ? നമുക്ക് +or-2i ആണ് റൂട്ട് കിട്ടിയത്. അപ്പൊ നമ്മുടെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ e0x into c1 cos 2x plus c2 sin 2x ആയിരുന്നു. e0x 1 ആയതുകൊണ്ട് c1 cos 2x plus c2 sin 2x. സോ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ c1 cos 2x plus c2 sin 2x plus പർട്ടിക്കുലർ ഇന്റഗ്രൽ നമ്മളിപ്പോ കണ്ടുപിടിച്ചു 1/4 x² minus 1/8. 1/4 x² minus 1/8. 1/4 x² minus 1/8. ഇതാണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള സൊല്യൂഷൻ. ക്ലിയർ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നല്ല രീതിയിൽ ചെയ്ത് പഠിക്കുക. സോ അപ്പൊ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കാണാം. സോ അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, യൂസ് മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യന്റ്സ് സോൾവ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ y double dash minus 4y dash minus 12y is equal to 3e raised to 5x. ഇത് എന്ത് വെച്ച് സോൾവ് ചെയ്യണം? മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യന്റ്സ് വെച്ച് നമുക്ക് എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. So first of all we should have to calculate the complementary function. That is the first step. So അപ്പോൾ നമുക്ക് ഓരോരോ സ്റ്റെപ്സ് ആയിട്ട് ചെയ്തു വരാം. So y double dash എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻസർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. y double dash എന്ന് പറഞ്ഞാൽ d2y by dx² minus 4 into y dash എന്ന് പറഞ്ഞാൽ dy by dx plus 12 into y is equal to 3e raised to 5x. Then d by dx ന് ക്യാപിറ്റൽ d കൊടുക്കുമ്പോൾ d2y minus 4dy plus 12y is equal to 3e raised to 5x. So d square minus 4d plus 12 into y is equal to 3e raised to 5x. So this equation is in the form of f of d into y is equal to r of x. So in the next step clearly we can write the auxiliary equation. Auxiliary equation is simply d is replaced by m. So that is m² minus 4m plus 12 is equal to 0. So then we can take the sum and product. Sum is equal to coefficient of m, that is -4. Product is equal to coefficient of m² into the constant term, that is 1 into 12, that is 12. Then numbers. Two numbers with the sum -4 and product 12. ഏതൊക്കെയാണ് നമ്പേഴ്സ്? നമുക്ക് സം -4 കിട്ടണം, പ്രോഡക്റ്റ് 12 കിട്ടണം. ഏതൊക്കെയാണ്? -6ഉം 2ഉം. ശരിയാണോ നോക്കിയേ? -6ഉം 2ഉം ആഡ് ചെയ്യുമ്പോൾ എനിക്ക് -4 കിട്ടുന്നുണ്ട്, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് 12 കിട്ടുന്നുണ്ട്. സമ്മും പ്രോഡക്റ്റും എടുക്കാൻ അറിയത്തില്ലെങ്കിൽ -3 പ്ലസ് ഓർ മൈനസ് തന്നെ ചെയ്തോ. സോ അപ്പൊ നമുക്കിനി എന്ത് ചെയ്യണം? ഇത് വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ m-6 ഇൻറ്റു m plus 2 is equal to എന്താണ്? 0. സോ അവിടെ നിന്ന് എനിക്ക് എന്ത് കിട്ടും? m is equal to 6 ഒരു റൂട്ട് കിട്ടും, m is equal to -2 ഒരു റൂട്ട് കിട്ടും. സോ അപ്പൊ നമുക്ക് രണ്ട് റൂട്ട്സ് കിട്ടി. ഈ റൂട്ടിന്റെ പ്രത്യേകത എന്താണ്? രണ്ട് റൂട്ട്സും റിയൽ ആണ്, രണ്ട് റൂട്ട്സും ഡിസ്റ്റിങ്ക്റ്റ് ആണ്, ഈക്വൽ അല്ല, ഡിസ്റ്റിങ്ക്റ്റ് ആണ്. സോ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ c1 e raised to m1x plus c2 e raised to m2x. സോ ദാറ്റ് ഈസ് അവർ പർട്ടിക്കുലർ ഇന്റഗ്രൽ അല്ല, കോംപ്ലിമെന്ററി ഫംഗ്ഷൻ yc. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ yc എന്ന് പറയുന്നത് c1 e raised to 6x plus c2 e raised to -2x. സോ അപ്പൊ എനിക്ക് എന്ത് കിട്ടി? കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കിട്ടി.
ദെൻ പർട്ടിക്കുലർ ഇന്റഗ്രൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സെക്കൻഡ് സ്റ്റെപ്പിൽ ഞാൻ എന്ത് ചെയ്യണം? ട്രയൽ സൊല്യൂഷൻ അസ്യൂം ചെയ്യണം. അസ്യൂം ദി ട്രയൽ സൊല്യൂഷൻ. സോ ട്രയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ട്രയൽ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ദാറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ആർ ഓഫ് എക്സ്. റൈറ്റ് സൈഡിൽ കിടക്കുന്ന ഫംഗ്ഷനെ ഡിപെൻഡ് ചെയ്താണ് ട്രയൽ സൊല്യൂഷൻ എടുക്കുന്നത്. 3e5x ke5x ആണെങ്കിൽ ae5x ആയിട്ട് എടുക്കും. ശരിയല്ലേ? ke(ax) ആണെങ്കിൽ നമ്മൾ അതിനെ ae(ax) ആയിട്ടാണ് എടുക്കുന്നത്. ശരിയാണല്ലോ? അപ്പൊ അതനുസരിച്ച് സെയിം ലോജിക്കാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. yp എന്തായിട്ട് ചൂസ് ചെയ്യണം? ae5x. ae എന്താണ്? 5x. അപ്പൊ ഒരു കോൺസ്റ്റന്റ് അവർ തരും. ആ കോൺസ്റ്റന്റ് മാറ്റി നമ്മൾ എന്താക്കിയാൽ മതി? ചുമ്മാ a എന്നുള്ള ഒരു കോൺസ്റ്റന്റ് ആക്കിയാൽ മതി. ദാറ്റ് ഈസ് ae5x. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് കണ്ടുപിടിക്കണം? ഫൈൻഡ് y dash y double dash if the question is second order. ഇവിടെ ക്വസ്റ്റ്യൻ സെക്കൻഡ് ഓർഡർ ആണ്. സോ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കണം? y dash കണ്ടുപിടിക്കണം, y double dash കണ്ടുപിടിക്കണം. ശരിയല്ലേ? അപ്പൊ yp ഞാൻ ഏത് പേരിട്ട് വിളിക്കും? y എന്നുള്ള പേരിട്ട് വിളിക്കും. ദാറ്റ് ഈസ് ae5x. എന്നിട്ട് ഞാൻ y dash കണ്ടുപിടിക്കും. സോ a ഇൻറ്റു e(x) ന്റെ ഡെറിവേറ്റീവ് എന്ത് തന്നെയാണ്? e(x) തന്നെയാണ്. e(5x) ഡെറിവേറ്റീവ് e(5x) തന്നെയാണ്. കഴിഞ്ഞില്ല. അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ 5x അവന്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള 5 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പൊ ആൻസർ എന്ത് കിട്ടും? 5ae5x എന്ന് കിട്ടും. ശരിയാണല്ലോ? 5ae5x. ദെൻ y ഡബിൾ ഡാഷ് എന്ന് പറയുമ്പോഴത്തേക്കിനും 5a കോൺസ്റ്റന്റ് ആണ്. e(5x) ഡെറിവേറ്റീവ് e(5x) കഴിഞ്ഞില്ല. 5x ന്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള 5 കൊണ്ട് കൂടി മൾട്ടിപ്ലൈ ചെയ്തു. 5 into 5 25ae5x. 25ae5x. സോ ക്വസ്റ്റ്യൻ സെക്കൻഡ് ഓർഡർ ആയതുകൊണ്ട് തന്നെ y ഡാഷും y ഡബിൾ ഡാഷും കണ്ടുപിടിച്ചാൽ മതി. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ്, സബ്സ്റ്റിറ്റ്യൂട്ട് ദ ഡെറിവേറ്റീവ്സ് ഇൻ ദ ക്വസ്റ്റ്യൻ. സോ ക്വസ്റ്റ്യനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. y ഡബിൾ ഡാഷിന് പകരം ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? 25ae5x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. -4 into y ഡാഷിന് പകരം ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? y ഡാഷിന് പകരം 5ae5x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. -12 into y ക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? ae5x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഈക്വൽ ടു എന്താണ്? 3e5x. 3e5x. ക്ലിയർ? ക്വസ്റ്റ്യനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ 25ae5x മൈനസ് 20 20 ae5x മൈനസ് 12ae5x ഈക്വൽ ടു 3e5x. ക്ലിയർ? എല്ലാ ടേംസിൽ നിന്നും ae5x പുറത്തെടുക്കാം. ae5x പുറത്തെടുത്താൽ ബാക്കി 25a minus 20a minus 12a is equal to 3e5x. e5x ക്യാൻസൽ ചെയ്ത് കളയാം. സോ a ഇൻറ്റു 25 20 പോയാൽ 25 20 പോയാൽ 5a. 5aയിൽ നിന്ന് 12a പോയാൽ ബാക്കി എന്താണ്? -7a. ശരിയാണല്ലോ? സോ എല്ലായിടത്തും a ഉൾപ്പെടെയാണ് പുറത്തു വന്നത് അല്ലെ? a ഉൾപ്പെടെയാണ് പുറത്തു വന്നത്. സോ -7 is equal to എന്താണ്? 3. സോ അവിടുന്ന് a is equal to എന്ത് കിട്ടും? -3/7 കിട്ടും. -3/7. ശരിയാണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? ഞാൻ a ഉൾപ്പെടെയാണ് പുറത്തെടുത്തത്. ഞാൻ അറിയാതെ ഇവിടെ ഒന്നുകൂടെ a എഴുതിയായിരുന്നു. അത് എഴുതേണ്ട ആവശ്യമില്ല. a ഉൾപ്പെടെയാണ് ഞാൻ പുറത്തെടുത്തത്. ശരിയല്ലേ? ഇപ്പൊ എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് മനസ്സിലായോ? ഞാൻ a ഉൾപ്പെടെ പുറത്തെടുത്തിട്ട് ഇവിടെ ഞാൻ ഒന്നുകൂടെ a എഴുതി വെച്ചു. അത് തെറ്റല്ലേ? സോ അപ്പൊ a ഉൾപ്പെടെ പുറത്തെടുത്ത് ഞാൻ a എല്ലാം തുടച്ചു കളഞ്ഞു. ഓക്കെ. 25 20 പോയി കഴിഞ്ഞാൽ 5, 5 12 പോയാൽ -7. ശരിയാണല്ലോ? മൈനസ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൊടുക്കാറില്ല. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ എന്ത് ചെയ്യും? ആ മൈനസ് ഞാൻ റൈറ്റ് സൈഡിൽ കൊടുക്കും. 7 മൾട്ടിപ്ലൈഡ് ആണ്, അപ്പുറത്ത് പോകുമ്പോൾ ഡിവൈഡഡ് ആവും. സോ a is equal to എന്താണ്? -3/7. സോ a യുടെ വാല്യൂ കിട്ടി. ആ a യുടെ വാല്യൂ yp യിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദാറ്റ് ഈസ് അവർ പർട്ടിക്കുലർ ഇന്റഗ്രൽ. സോ അപ്പൊ നമ്മുടെ പർട്ടിക്കുലർ ഇന്റഗ്രൽ എന്താണ്? yp is equal to a യുടെ പ്ലേസിൽ -3/7 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. -3/7 e5x. -3/7 e5x. ഇപ്പൊ എനിക്ക് എന്ത് കിട്ടി? yp കിട്ടി. Then ഫൈനൽ സൊല്യൂഷൻ എന്താണ്? y is equal to yc plus yp. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇന്റഗ്രൽ. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എവിടെ എന്റെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ? c1 e6x plus c2 e-2x. c1 e6x
പ്ലസ് c2 e raised to minus 2x പ്ലസ് പർട്ടിക്കുലർ ഇന്റഗ്രല് പ്ലസും മൈനസും ചേർന്നിട്ട് മൈനസ് ആവും 3/7 മൈനസ് 3/7 e raised to 5x. ഇതാണ് എന്റെ ഫൈനൽ ഉത്തരം. c1 e raised to 6x plus c2 e raised to minus 2x minus 3/7 e raised to 5x. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ അപ്പൊ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. സോ അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, സോൾവ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ y double dash plus y dash minus 2y is equal to sin x by using method of undetermined coefficients. Method of undetermined coefficients വെച്ച് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഞാൻ എന്ത് ചെയ്യണം, സോൾവ് ചെയ്യണം. ക്വസ്റ്റ്യൻ നിങ്ങൾ പൂരിപ്പിച്ചോളുക. by using method of എന്താണ്, undetermined coefficients. ഓക്കെ, ഒരു ക്വസ്റ്റ്യനിൽ അത് എടുത്ത് പറയും. by using method of variation of parameters എന്ന ഒരു ക്വസ്റ്റ്യനിൽ പറയും. മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സിന്റെ ക്വസ്റ്റിനകത്ത് by using method of undetermined coefficients എന്നൊക്കെ ഒരു ക്വസ്റ്റ്യനിൽ എടുത്ത് പറയും. ഓക്കെ, സോ അപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കയറാം, ആൻസർ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. y ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ d സ്ക്വയർ y ബൈ dx സ്ക്വയർ പ്ലസ് y ഡാഷ് എന്ന് പറഞ്ഞാൽ dy ബൈ dx മൈനസ് 2y is equal to sin x. സോ d സ്ക്വയർ y പ്ലസ് dy മൈനസ് 2y is equal to sin x. d സ്ക്വയർ പ്ലസ് d minus 2 into y is equal to sin x. Auxiliary equation n square plus m minus 2 is equal to 0. Sum 1, product minus 2, numbers 2 minus 1. 2 minus 1 ശരിയാണല്ലോ. 2 minus 1 1 കിട്ടും, പ്രോഡക്റ്റ് മൈനസ് 2 കിട്ടും. സോ m plus 2 into m minus 1 is equal to 0. അവിടുന്ന് m ന്റെ വാല്യൂ എനിക്ക് മൈനസ് 2 കിട്ടും, m ന്റെ വാല്യൂ 1 കിട്ടും. റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ is equal to yc is equal to c1 e raised to minus 2x plus c2 e raised to 1x എന്ന് പറഞ്ഞാൽ x. സോ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കിട്ടി. ഇനി എന്ത് ചെയ്യണം, പർട്ടിക്കുലർ ഇന്റഗ്രലിന്റെ പരിപാടി നോക്കണം. സോ അതിനുവേണ്ടി ചൂസ് ദി ട്രയൽ സൊല്യൂഷൻ വിത്ത് റെസ്പെക്ട് ടു r of x. r of x sin x ആയതുകൊണ്ട് തന്നെ a sin ax വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ sin ax വന്നു കഴിഞ്ഞാൽ, cos ax വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്, a cos ax plus b sin ax, a cos ax plus b sin ax പഠിച്ചാണ്, ജനറൽ ഇക്വേഷൻ പഠിച്ചില്ലേ. സോ a cos ax, സോ ഇപ്പൊ നമ്മുടെ പർട്ടിക്കുലർ ഇന്റഗ്രൽ എന്താണ്, a cos, a എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, x ന്റെ കോഎഫിഷ്യന്റ് ആണ്, 1 ആണ്. സോ a cos 1x, അതായത് a cos x പ്ലസ് എന്താണ്, b sin x. a cos x പ്ലസ് എന്താണ്, b sin x. a cos ax plus b sin ax in the case of cos ax or sin ax എന്ന് നമുക്കറിയാം. ഹിയർ sin ax ആണ്, ഹിയർ a 1 ആയതുകൊണ്ട് a cos x plus b sin x. sin ax വരുമ്പോഴാണ് a cos ax plus b sin ax വന്നത്. sin 1x ആണെങ്കിൽ a cos 1x plus b sin 1x. 1x എന്ന് പറഞ്ഞാൽ x തന്നെ. സോ a cos x plus b sin x. ഇതിനെ ഞാൻ ഏത് പേരിട്ട് വിളിക്കും, നെക്സ്റ്റ് സ്റ്റെപ്പിൽ y എന്നുള്ള പേരിട്ട് വിളിക്കും. y is equal to a cos x plus b sin x. എന്നിട്ടാണ് ഞാൻ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കുന്നത്. പ്ലസ് എന്താണ്, b sin x. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ we needed to calculate y dash and y double dash since the question is second order. Question second order ആയതുകൊണ്ട് തന്നെ y dash ഉം y double dash ഉം കണ്ടുപിടിച്ച് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ y dash is equal to a into cos x in derivative minus sin x plus b into sin x in derivative cos x. So the answer is minus a sin x plus b cos x. ഇതാണ് y dash. Next y double dash is equal to minus a into sin x in derivative cos x plus b into cos x in derivative minus sin x. So minus a cos x plus into minus minus b sin x. Minus a cos x minus b sin x. ഇതാണ് y double dash. Then next step എന്താണ്, substitute y dash and y double dash and y in the main equation. Clear? നമ്മുടെ മെയിൻ ഇക്വേഷനിലേക്ക് substitute the derivatives in the main equation. Main equation means question. Substitute the derivatives in question. y double dash ന്റെ പ്ലേസിൽ ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, minus a cos x minus b sin x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. പ്ലസ് y dash ന്റെ പ്ലേസിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, y dash ന്റെ പ്ലേസിൽ minus a sin x plus b cos x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും.
മൈനസ് 2 ഇൻറ്റു വൈയുടെ പ്ലേസിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? വൈയുടെ പ്ലേസിൽ എ കോസ് എക്സ് പ്ലസ് ബി സൈൻ എക്സ്, എ കോസ് എക്സ് പ്ലസ് ബി സൈൻ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്താണ്? സൈൻ എക്സ്. ദിസ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തോ. മൈനസ് എ കോസ് എക്സ് മൈനസ് ബി സൈൻ എക്സ് പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് എ സൈൻ എക്സ് പ്ലസ് ബി കോസ് എക്സ് പ്ലസ് മൈനസ് 2a കോസ് എക്സ് മൈനസ് 2 ഇൻറ്റു പ്ലസ് ബി മൈനസ് 2b സൈൻ എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ്. സോ കോസ് എക്സ് എവിടെയൊക്കെ ഉണ്ട്? ഇവിടെ ഒരു കോസ് എക്സ് ഉണ്ട്, ഇവിടെ ഒരു കോസ് എക്സ് ഉണ്ട്, ഇവിടെ ഒരു കോസ് എക്സ് ഉണ്ട്. സോ ഇപ്പൊ കോസ് എക്സ് ഉള്ള ടേംസിൽ നിന്ന് കോസ് എക്സ് പുറത്തെടുത്താൽ ബാക്കി എന്ത് വരും? മൈനസ് എ പ്ലസ് ഇവിടെ കോസ് എക്സ് പുറത്തെടുത്താൽ ബി പ്ലസ് ഇവിടെ കോസ് എക്സ് പുറത്തെടുത്താൽ മൈനസ് 2a പ്ലസ് ഇനി സൈൻ എക്സ് ഉള്ള ടേംസിൽ നിന്ന് സൈൻ എക്സ് പുറത്തെടുക്കാം. സൈൻ എക്സ് പുറത്തെടുത്താൽ ഇവിടുന്ന് സൈൻ എക്സ് പോയാൽ ബാക്കി മൈനസ് ബി പ്ലസ് ഇവിടുന്ന് സൈൻ എക്സ് പോയാൽ ബാക്കി മൈനസ് എ പ്ലസ് ഇവിടുന്ന് സൈൻ എക്സ് പോയാൽ ബാക്കി മൈനസ് 2b ഈക്വൽ ടു എന്തുണ്ട്? നമുക്ക് സൈൻ എക്സ് ഉണ്ട്. ഈക്വൽ ടു സൈൻ എക്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? ഇക്വേറ്റിംഗ് കോഎഫിഷ്യന്റ് ഓഫ് സൈൻ എക്സ്. ഇക്വേറ്റിംഗ്, അപ്പൊ സൈൻ എക്സ് ഉണ്ട്, കോസ് എക്സ് ഉണ്ട്, ഇവിടെ ഒരു സൈൻ എക്സ് ഉണ്ട്. ഇക്വേറ്റിംഗ് കോഎഫിഷ്യന്റ് ഓഫ് സൈൻ എക്സ്. ഇവിടെ സൈൻ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? മൈനസ് ബി മൈനസ് എ മൈനസ് 2b ഈക്വൽ ടു ഇവിടെ സൈൻ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? 1. ശരിയാണല്ലോ. ദെൻ കറസ്പോണ്ടിംഗ്ലി ഇക്വേറ്റിംഗ് കോഎഫിഷ്യന്റ് ഓഫ് കോസ് എക്സ്. ഇവിടെ കോസ് എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? മൈനസ് എ പ്ലസ് ബി മൈനസ് 2a. ഇവിടെ കോസ് എക്സ് ഇല്ല, കോസ് എക്സ് ഇല്ലല്ലോ റൈറ്റ് സൈഡിൽ. കോഎഫിഷ്യന്റ് എന്താണ്? 0. ശരിയാണല്ലോ. സോ ബി മൈനസ് എ മൈനസ് 2a മൈനസ് 3a ഈക്വൽ ടു 0 ഇംപ്ലൈസ് ബി ഈക്വൽ ടു 3a. ശരിയാണല്ലോ. മൈനസ് 3a പുറത്ത് വരുമ്പോൾ പ്ലസ് 3a. ദെൻ ഈ ഇക്വേഷനിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും? മൈനസ് ബി മൈനസ് 2b മൈനസ് 3b മൈനസ് എ ഇസ് ഈക്വൽ ടു 1. ശരിയാണല്ലോ. ഇനി ബിയുടെ പ്ലേസിൽ എനിക്ക് എന്ത് കൊടുക്കാം? 3a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബിയുടെ പ്ലേസിൽ 3a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ബാക്കി ഞാൻ ഇങ്ങോട്ട് എഴുതുവാണ്. ബിയുടെ പ്ലേസിൽ അടുത്ത സ്റ്റെപ്പിൽ എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? 3a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. മൈനസ് 3 ഇൻറ്റു ബിയുടെ പ്ലേസിൽ ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? 3a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 3a മൈനസ് എ ഇസ് ഈക്വൽ ടു 1. സോ മൈനസ് 9a minus a is equal to 1. So minus 10a is equal to 1. a is equal to minus 1 by 10. അതേപോലെ തന്നെ b equal to 3a ആണ്. So b is equal to 3 into a യുടെ പ്ലേസിൽ minus 1 by 10. So the answer is minus 3 by 10. So ഇപ്പൊ എനിക്ക് a യും കിട്ടി b യും കിട്ടി. ക്ലിയർ? Then a യുടെയും b യുടെയും വാല്യൂ yp യിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? പർട്ടിക്കുലർ ഇന്റഗ്രൽ കിട്ടും. സോ ഇപ്പൊ നമ്മുടെ yp എന്താണ്? yp is equal to a യുടെ പ്ലേസിൽ minus 1 by 10 cos x പ്ലസ് b യുടെ പ്ലേസിൽ minus 3 by 10 sin x. സോ അപ്പൊ എനിക്ക് എന്ത് കിട്ടി? yp കിട്ടി. ക്ലിയർ? ദെൻ അപ്പൊ നമ്മുടെ ഫൈനൽ സൊല്യൂഷൻ എന്താണ്? yc പ്ലസ് yp ആണ് നമ്മുടെ ഫൈനൽ സൊല്യൂഷൻ. yc എന്ന് പറയുന്ന കോംപ്ലിമെന്ററി ഫംഗ്ഷൻ വേണ്ട നമ്മുടെ കയ്യിലുണ്ട്. ഇതാണ് നമ്മുടെ yc. ഇതും yp യും കൂടെ ആഡ് ചെയ്യുന്നതാണ് ഫൈനൽ സൊല്യൂഷൻ. അപ്പൊ നമ്മുടെ ഫൈനൽ സൊല്യൂഷൻ ഞാൻ ഇങ്ങോട്ട് എഴുതുവാണ്. y is equal to yc plus yp. y is equal to yc plus yp is the final solution. So yc എന്ന് പറയുന്നത് എന്താണ്? c1 e raised to minus 2x plus c2 e raised to x. c2 e raised to x plus yp എന്ത് കിട്ടി എനിക്ക്? minus 1 by 10 cos x minus 3 by 10 sin x. ശരിയാണല്ലോ. minus 3 by 10 sin x. 3 by 10 sin x. സോ ഫൈനൽ ഉത്തരം ഞാൻ ബോക്സിനകത്ത് ആക്കിയിടുവാണേ. ഇതാണ് എനിക്ക് കിട്ടിയ ഫൈനൽ ഉത്തരം. y is equal to yc plus yp is equal to c1 e raised to minus 2x c2 e raised to x. സോ പ്ലസ് ഇൻറ്റു മൈനസ് എനിക്ക് എന്താക്കാം? മൈനസ് ആക്കാം. മൈനസ്
1/10 cos x minus 3/10 sin x. ഒന്നുകൂടെ ആൻസർ വായിക്കാം. c1 e raised to minus 2x, c2 e raised to x minus 1/10 cos x minus 3/10 sin x. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. കറക്റ്റ് ആയിട്ട് ചെയ്ത് പഠിക്കുക. ക്ലിയർ? സോ അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോൾവ് ദി IVP ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം. അപ്പം ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം എന്ന് പറയുമ്പോൾ തന്നെ അവരൊരു ഇനിഷ്യൽ കണ്ടീഷൻസ് തന്നിട്ടുണ്ടാവും. സോ റൈറ്റ് സൈഡിൽ ഒരു ഫംഗ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എക്സ് സ്ക്വയർ എന്നൊക്കെ പറയുന്ന ഫംഗ്ഷൻ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആർ ഓഫ് എക്സിനകത്ത് വരുന്ന ആളാണ്. ശരിയല്ലേ? ആർ ഓഫ് എക്സിനകത്ത് വരുന്ന ആളാണ് എക്സ് സ്ക്വയർ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് മെത്തേഡാണ് ചൂസ് ചെയ്യേണ്ടത്? മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യന്റ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. Then y of 0 is equal to 0, y dash of 0 1.5. അത് നമ്മുടെ ഏറ്റവും അവസാനത്തെ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിച്ചതിന് ശേഷം ആ ജനറൽ സൊല്യൂഷനെ പർട്ടിക്കുലർ സൊല്യൂഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഇനിഷ്യൽ കണ്ടീഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ജനറൽ സൊല്യൂഷൻ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലെല്ലാം ചെയ്ത പോലെ yc പ്ലസ് yp വരെ നമുക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് ഇവന്മാരുടെ യൂസ് വരുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. സോ yc പ്ലസ് yp വരെ നമുക്ക് പെട്ടെന്ന് ചെയ്തു പോവാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? y ഡബിൾ ഡാഷ് എന്ന് പറയുമ്പോൾ d സ്ക്വയർ y ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് y is equal to 0.001 x സ്ക്വയർ. Then d square y plus y is equal to 0.001 x square. So d square plus 1 into y is equal to 0.001 x square. Auxiliary equation എന്ന് പറയുന്നത് എന്താണ്? d മാറ്റി m ആക്കണം. m square plus 1 is equal to 0. Then ഇവിടുന്ന് m square is equal to minus 1 കിട്ടും. m is equal to square root of minus 1 plus or minus I. അതിനെ ഞാൻ 0 പ്ലസ് ഓർ മൈനസ് ഐ എന്ന് എഴുതും. m1 പ്ലസ് ഓർ മൈനസ് ഐ m2 ആയിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി m1 ന്റെ പ്ലേസിൽ 0, m2 ന്റെ പ്ലേസിൽ 1. സോ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ yc എന്ന് പറയുന്നത് e raised to 0x, e raised to m1x into c1 cos m2 ന്റെ പ്ലേസിൽ 1x എന്ന് പറയുമ്പോൾ x പ്ലസ് c2 sin m2 ന്റെ പ്ലേസിൽ 1x എന്ന് പറയുമ്പോൾ x. സോ e raised to 0x 1 ആണ്. അതായത് c1 cos x പ്ലസ് എന്താണ്? c2 sin x. ക്ലിയർ? സോ ഇതാണ് നമ്മുടെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ എന്ത് ചെയ്യും? കോംപ്ലിമെന്ററി ഫംഗ്ഷനെ അവിടെ തന്നെ ഇടും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ എന്ത് ചെയ്യും? പർട്ടിക്കുലർ ഇന്റഗ്രലിന് വേണ്ടിയിട്ടുള്ള ട്രയൽ സൊല്യൂഷൻ അസ്യൂം ചെയ്യും. അല്ലെ? നെക്സ്റ്റ് ഫോം ദി ട്രയൽ സൊല്യൂഷൻ ഫോർ പർട്ടിക്കുലർ ഇന്റഗ്രൽ. സോ ട്രയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? റൈറ്റ് സൈഡിൽ എക്സ് സ്ക്വയർ ആയതുകൊണ്ട് തന്നെ ട്രയൽ സൊല്യൂഷൻ കോൺസ്റ്റന്റ് അവിടെ നിന്നോട്ടെ, അതൊന്നും പ്രശ്നമില്ല. എക്സ് സ്ക്വയർ ആയതുകൊണ്ട് തന്നെ എക്സ് സ്ക്വയർ ആണ് മെയിൻ ആള്. സോ അതുകൊണ്ട് തന്നെ പർട്ടിക്കുലർ സൊല്യൂഷൻ ഞാൻ എങ്ങനെ അസ്യൂം ചെയ്യണം? y is equal to, so yp is equal to പർട്ടിക്കുലർ ഇന്റഗ്രൽ എന്ന് പറയുന്നത് yp is equal to ax square plus bx plus c എന്നുള്ള രീതിയിൽ വേണം ഞാൻ എടുക്കാൻ. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കാനായിട്ട് അതിനെ ഞാൻ y ആയിട്ട് എടുക്കുന്നു. y equal to ax square plus bx plus c. y ഡാഷ് കണ്ടുപിടിക്കുമ്പോൾ എനിക്ക് 2ax plus b കിട്ടും. ഓൾറെഡി ചെയ്ത് കണ്ടാണ് പെട്ടെന്ന് പോകുന്നത്. y ഡബിൾ ഡാഷ് എന്ന് പറയുമ്പോൾ എനിക്ക് 2a കിട്ടും. സോ അത് മെയിൻ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ y ഡബിൾ ഡാഷിന്റെ പ്ലേസിൽ 2a, y യുടെ പ്ലേസിൽ ax square plus bx plus c equal to 0.001 x square. സോ ax square ആദ്യം എഴുതി, bx രണ്ടാമത് എഴുതി, 2a plus c മൂന്നാമത് എഴുതി, equal to 0.001 x square, equating coefficient of x square. ഇവിടെ x square ന്റെ കോഎഫിഷ്യന്റ് a, ഇവിടെ x square ന്റെ കോഎഫിഷ്യന്റ് 0.001. സോ a യുടെ വാല്യൂ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ 0.001 കിട്ടി. ദെൻ ഇക്വേറ്റിംഗ് കോഎഫിഷ്യന്റ് ഓഫ് x. സോ ഇവിടെ x ന്റെ കോഎഫിഷ്യന്റ് b, ഇവിടെ x ന്റെ ടേം ഇല്ല, സോ കോഎഫിഷ്യന്റ് 0. നെക്സ്റ്റ് ഇക്വേറ്റിംഗ് കോൺസ്റ്റന്റ്സ്. ഇവിടുത്തെ കോൺസ്റ്റന്റ് 2a plus c, ഇവിടെ കോൺസ്റ്റന്റ്സ് ഒന്നുമില്ല, സോ 0. സോ 2 into a ക്ക് പകരം 0.001 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, പ്ലസ് c ഈക്വൽ ടു 0, ദാറ്റ് ഈസ് 0.002. 2 into 0.001 0.002 പ്ലസ് c ഈക്വൽ ടു 0. അവിടുന്ന് c യുടെ വാല്യൂ എന്ത് കിട്ടും? മൈനസ് 0.002. സോ അപ്പൊ എനിക്ക് എ യുടെ വാല്യൂ കിട്ടി, ബി യുടെ വാല്യൂ കിട്ടി, സി യുടെ വാല്യൂ കിട്ടി. എയും ബിയും സിയും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഞാൻ ഇനി എന്ത് എഴുതണം? പർട്ടിക്കുലർ സൊല്യൂഷൻ yp. സോ അപ്പൊ നമ്മുടെ yp എന്ത് വരും? yp is equal to a യുടെ പ്ലേസിൽ എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 0.001 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x സ്ക്വയർ, b 0 ആണ്, അപ്പൊ ഇത് 0 ആയി പോകും. c യുടെ പ്ലേസിൽ മൈനസ് 0.002. സോ അപ്പൊ എനിക്ക് എന്ത് കിട്ടി? yp കിട്ടി.
ഫൈനൽ സൊല്യൂഷൻ y is equal to yc plus yp. y is equal to yc plus yp is equal to yc എനിക്ക് ഓൾറെഡി ഇവിടെ ഉണ്ട് c1 cos x plus c2 sin x ആണ് yc plus yp ഓൾറെഡി കണ്ടുപിടിച്ചു 0.001 x square minus 0.002. 0.001 x square minus 0.002. സോ അപ്പൊ എനിക്ക് എന്ത് കിട്ടി? ജനറൽ സൊല്യൂഷൻ കിട്ടി. സോ ഈ ജനറൽ സൊല്യൂഷനിൽ c1 c2 കോൺസ്റ്റന്റ്സ് ആണ്, ആർബിട്രറി കോൺസ്റ്റന്റ്സ് ആണ്. അവരെ കണ്ടുപിടിക്കാനായിട്ടുള്ള രണ്ട് ഇനിഷ്യൽ കണ്ടീഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. സോ ആ കണ്ടീഷൻസ് വെച്ച് ഇനി അത് കണ്ടുപിടിക്കുന്ന പരിപാടിയിലേക്ക് നമുക്ക് കയറാം. സോ അപ്പൊ നമുക്ക് കിട്ടിയ ഫൈനൽ സൊല്യൂഷൻ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ദെൻ ഞാൻ ഈ ഓരോ കണ്ടീഷൻസ് ആയിട്ട് കൊടുക്കാൻ പോവാണ്. അതിനുമ്പ് ഈ സൊല്യൂഷൻ ഞാൻ വൃത്തിക്ക് മേലോട്ട് എഴുതിയിടാം. y is equal to c1 cos x plus c2 sin x plus 0.001 x square minus 0.002. ഇതാണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള സൊല്യൂഷൻ. ഓരോ കണ്ടീഷൻസ് ആയിട്ട് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? y of 0 equal to 0. അതായത് x ന്റെ പ്ലേസിൽ 0 കൊടുത്താൽ y യുടെ ഉത്തരം എനിക്ക് 0 കിട്ടും. അതാണ് അതിന്റെ മീനിങ്. ഈ മീനിങ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലത്തിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിച്ചു തന്നതാണ്. അതേ സെയിം കൺസെപ്റ്റ് അങ്ങ് അപ്ലൈ ചെയ്തു. ഇപ്പൊ x കാണുന്നിടത്തെല്ലാം ഞാൻ 0 കൊടുക്കുവാണേ. c1 cos 0 plus c2 sin 0 plus 0.001 into 0 square എന്ന് പറയുമ്പോൾ 0 minus 0.002 equal to എന്താണ്? 0. equal to 0. cos 0 1 ആണ്. സോ c1 ആവും. sin 0 0 ആണ്. അപ്പൊ ആ ടേം 0 ആയി പോയി. 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതുകൊണ്ട് 0 minus 0.002 equal to 0. സോ അവിടുന്ന് c1 equal to 0.002 കിട്ടും. ഈ മൈനസ് 0.002 ഇപ്പുറത്ത് എടുത്തുമ്പോൾ c1 is equal to 0.002 കിട്ടും. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? c1 ന്റെ വാല്യൂ കിട്ടി. ദെൻ ഈ c1 ന്റെ വാല്യൂ ഈ ഇക്വേഷനിലേക്ക് നമ്മൾ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ y is equal to എന്ത് കിട്ടും? c1 ന് പകരം 0.002 cos x plus c2 sin x plus 0.001 x square minus 0.002. ഇതിനെ ഞാൻ ജസ്റ്റ് 1 കൊടുത്തിടുവാണേ. ദെൻ നെക്സ്റ്റ് y dash of 0 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. നമുക്ക് y ആണ് കയ്യിലുള്ളൂ. y dash കണ്ടുപിടിച്ചിട്ട് വേണം ഇനി ആ ഇനിഷ്യൽ കണ്ടീഷൻ കൊടുക്കാൻ. ശരിയല്ലേ? ദെൻ y dash കണ്ടുപിടിക്കാം. y dash is equal to 0.002 into cos x ന്റെ ഡെറിവേറ്റീവ് minus sin x ആണ്. ശരിയല്ലേ? ആ മൈനസ് ഞാൻ ഇവിടെ ഇട്ടു കേട്ടോ. c2 into sin x ന്റെ ഡെറിവേറ്റീവ് cos x plus 0.001 into x square ന്റെ ഡെറിവേറ്റീവ് 2x മൈനസ് ഈ ടേമിന്റെ ഡെറിവേറ്റീവ് കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0. സോ നെക്സ്റ്റ് കണ്ടീഷൻ എന്താണ്? y dash of 0 equal to minus 0.5. y dash of 0 equal to minus 0.5. അതായത് x ന്റെ പ്ലേസിൽ 0 കൊടുത്താൽ y dash ന്റെ ഉത്തരം എനിക്ക് minus 0.5 കിട്ടും. അപ്പൊ x ന്റെ പ്ലേസിൽ 0 കൊടുത്തോ minus 0.002 sin 0 plus c2 cos 0 plus 0.001 into 2 into x ന്റെ പ്ലേസിൽ 0 കൊടുത്തു ഈക്വൽ ടു എനിക്ക് ഉത്തരം എന്ത് എഴുതാൻ പറ്റും? minus 0.5 എഴുതാൻ പറ്റും. minus 0.5 ക്ലിയർ അല്ലേ? സോ ഈക്വൽ ടു minus 0.5. sin 0 0 ആണ്. അപ്പൊ ഈ ടേം 0 ആയി. cos 0 1 ആണ്. അപ്പൊ ഈ ടേം c2 മാത്രമാവും. മൾട്ടിപ്ലിക്കേഷൻ ബൈ 0 ഉള്ളതുകൊണ്ട് ആ ടേം 0 ആയി. ഈക്വൽ ടു minus 0.5. സോ c2 ഈക്വൽ ടു minus 0.5 കിട്ടും. ഈ c2 ന്റെ വാല്യൂ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫൈനൽ സൊല്യൂഷൻ ആവും. therefore y is equal to 0.002 cos x, c2 ന് പകരം minus 0.5 sin x plus 0.001 x square minus 0.002. ഇതാണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള പർട്ടിക്കുലർ സൊല്യൂഷൻ. ക്ലിയർ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സാധാരണ എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ അപ്പൊ നമുക്ക് കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സും ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ ടാറ്റ.